ആ വരവിന്റെ 1-ാം വർഷം പൂർത്തിയാകുന്ന വേളയിൽ, അല്ലെങ്കിൽ 2-ാം വർഷത്തിലേക്ക് കുതിക്കാൻ പോകുന്ന വേളയിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ചിന്തകനെയും പ്രസംഗകനെയും നമുക്കിവിടെ വിശിഷ്ടാതിഥിയായി ലഭിച്ചു എന്നതിന്റെ സായുജ്യം കൂടിച്ചേരുമ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് പടവുകൾ കയറാനുള്ള അവസരം എളുപ്പത്തിലായി മാറുന്നു എന്ന് ആരും സമ്മതിക്കും. ഇന്നിപ്പോൾ ഈ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഈ ദിവസത്തിന് ശേഷം ഇതൊരു ചെറിയ മാധ്യമം അല്ലാതായി മാറുകയാണ്. മീഡിയ രംഗത്ത് സാംസ്കാരിക പൈതൃകം മാഗസിനുള്ള ശക്തി നാളെ മുതൽ 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. അതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കിട്ടിയ അന്വേഷണങ്ങളും ഈ മാഗസിൻ എവിടെ ലഭ്യമാകുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പുതിയതായി പെട്ടെന്ന് മുന്നോട്ട് വരാൻ കാണിച്ച താൽപര്യവും. അതിനേറെ പ്രേരണയായി സമദാനി സാഹിബിന്റെ സാന്നിധ്യം മാറുകയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സമദാനി സാഹിബിനെ തന്നെ ഈ വേദിയിൽ ഒരു പ്രസംഗത്തിനു വേണ്ടി വിശിഷ്ടാതിഥിയായി ലഭിക്കണമെന്ന് ഇതിന് ചുക്കാൻ പിടിക്കുന്നവർ ആഗ്രഹിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ചർച്ച വരുമ്പോൾ ഒരുപാട് ആളുകളുടെ പേരുകൾ വരുന്നത് സ്വാഭാവികമാണ്. ആ ചർച്ചയ്ക്ക് ഒടുവിൽ നിരവധി പ്രമുഖരുടെ പേര് വിവരം പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിലും, വ്യക്തമായി പറഞ്ഞാൽ ഏകാഭിപ്രായത്തിലും കൈക്കൊണ്ട നാമധേയം സമദാനി സാഹിബിന്റേതാണ്. അതിന് സ്വീകരിച്ച ചില ക്രൈറ്റീരിയ, എന്തെങ്കിലും പ്രഭാഷണത്തിനു വേണ്ടി ഒരു വിശിഷ്ട വ്യക്തിയെ ക്ഷണിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യവുമായി എത്ര കണ്ട് ഈ വിശിഷ്ട വ്യക്തിക്ക് ആത്മാർത്ഥതയുടെ, ഇടപെടലിന്റെ ബന്ധമുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ചുള്ള വിഷയമാണ്. എത്രയോ പേർ കേരളത്തിൽ പ്രസംഗിക്കുന്നു, എത്രയോ പേർ എഴുതുന്നു, എത്രയോ പേർ അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ ഇടപെടലുകളിലേക്ക് പോകുന്നു. പക്ഷെ അവിടെയൊക്കെ പറയുന്ന കാര്യത്തിലെ സത്യസന്ധത ജീവിതത്തിൽ വ്രതമായിട്ട് ഏറ്റെടുക്കാനുള്ള താൽപര്യത്തിലേക്ക് പോകാൻ ആർക്കൊക്കെ മനസ്സ് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ വിഷയമാണ്. പ്രവാചകനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് രചനകളും പ്രഭാഷണങ്ങളുമൊക്കെ ഗ്രഹിച്ചിട്ടുള്ളവരാണ്, വ്യാഖ്യാനങ്ങളും ക്ലാസുകളുമൊക്കെ കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ ജീവിതത്തിലെ ഒരു മുഹൂർത്തത്തെ സംബന്ധിച്ച് വിശകലനം നടത്തുമ്പോൾ അത് കേൾക്കുന്ന 10,000-ങ്ങൾക്ക് മനസ്സിൽ എങ്ങനെ തറയ്ക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായി മാറേണ്ട സംഗതിയാണ്. എന്തെങ്കിലും വന്ന് ഒരാൾ പറഞ്ഞു പോയി 3 മണിക്കൂർ കഴിഞ്ഞു, 4 മണിക്കൂർ വരെ കേട്ടിരുന്നു എന്നുള്ളതൊന്നും ചരിത്രത്തിലുണ്ടാവുകയില്ല. പക്ഷേ 7ാമത്തെ മണിക്കൂർ കഴിയുമ്പോഴും അങ്ങ് നിർത്തരുത്, ഞങ്ങൾ തയ്യാറാണ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാനങ്ങൾ കിട്ടുകയാണ് എന്ന് കേൾക്കുന്നവൻ വിളിച്ചു പറയുകയാണെങ്കിൽ, എഴുതി കൊടുക്കുകയാണെങ്കിൽ, ആ നിൽക്കുന്ന വിശിഷ്ട വ്യക്തിയുടെ വാക്കുകൾ പുറത്തുവരുന്ന മഹാസാഗരത്തിലെ അതിന്റെ അക്ഷയമായ നിധി അതൊന്ന് വേറെ തന്നെയാണ്. ആ സൗഭാഗ്യം ലഭിച്ച, ഒരു പ്രത്യേകതരം വരം പോലെ, സിദ്ധി പോലെ ലഭിച്ച ഇന്ത്യക്കാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സമദാനി. അത് മഹത്തുക്കളുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള ലളിത പദങ്ങൾ പ്രയോഗിക്കുമ്പോഴും നമ്മുടെ തന്നെ, പ്രവാസിയുടെ തന്നെ ജീവിത പ്രശ്നങ്ങളും ദൈനംദിനം നേരിടുന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെയൊക്കെ പാർലമെന്റിലെ തമ്പുരാക്കന്മാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു പ്രത്യേക ഭാഷയുണ്ട്. മനുഷ്യന്റെ കുറുക്കിക്കൊള്ളുന്ന ഭാഷ, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ഭാഷ അദ്ദേഹത്തിന് കൈവശമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ തന്നെ കിട്ടിയേ പറ്റൂ
ഈ വേദിയിൽ 1ാം വാർഷികത്തിന്റെ സമാപനത്തിന്റെ വായനയുടെ മഹോത്സവത്തിന്റെ കാര്യം പ്രഖ്യാപിക്കാൻ എന്ന് ഇതിന്റെ സംഘാടകർക്ക് തോന്നിയതും അതൊരു ദൃഢനിശ്ചയം പോലെ കരുതിയതും പിന്നീട് പ്രാബല്യത്തിൽ വരുത്തിയതും. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിഞ്ഞയാഴ്ച എത്താൻ പറ്റില്ലെന്ന് അറിയിച്ചിട്ടുകൂടി അദ്ദേഹത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് ഈ പരിപാടി മാറ്റിക്കൊണ്ടുപോകാൻ ഇതിന്റെ സംഘാടകർ ഏതായിരുന്നാലും പ്രഖ്യാപിച്ചൊരു തീയതിയിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ സ്വാഭാവികമായും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഒരു പ്രശ്നമേ ഇല്ല എന്ന് കരുതിക്കൊണ്ടാണ് ദൃഢനിശ്ചയത്തോടുകൂടി ഇതിന്റെ സംഘാടകർ മുന്നോട്ട് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളുടെയും അതിന്റെ ആത്മാവിന്റെയും അതുപോലെ വായനയുടെയും സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഒക്കെ മഹോത്സവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊരു വ്യക്തിയുടെ സാന്നിധ്യം നമ്മളിലൂടെ ഇനി വരുന്ന തലമുറകൾക്ക് കൂടി ഇതിന്റെ പേരിൽ ശ്രദ്ധേയമായി സവിശേഷമായി മാറുകയാണ്. മലയാളിയുടെ ജീവിതം തിരിച്ചു നോക്കിയാൽ 85-90കൾക്ക് ശേഷം വന്ന വായന കുറഞ്ഞ കാലഘട്ടമെന്നും അതിനു മുമ്പ് 50, 60, 70കളിൽ തിളങ്ങി നിന്നിരുന്ന വായനയുടെ സുപ്രധാന ഘട്ടമെന്നും രണ്ടാക്കി തിരിക്കാൻ തോന്നും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. ഒരു പുസ്തകം വാങ്ങാൻ നിവൃത്തിയില്ലാതെ, ഒരു വരി വായിക്കാനുള്ള സാഹചര്യമില്ലാതെ പുസ്തകങ്ങൾക്ക് വേണ്ടിയും അക്ഷരങ്ങൾക്ക് വേണ്ടിയും ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് 70 മുമ്പ് അല്ലെങ്കിൽ 80 മുമ്പുള്ള തലമുറ ജനിച്ചു വളർന്നതും ശീലിച്ചതും പുറത്തേക്കൊക്കെ പോയപ്പോൾ അനുഭവപ്പെട്ട കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതിനുപരിയായി ജീവിതത്തിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും നേരിട്ട് അനുഭവിക്കാൻ വേണ്ടിയുള്ള ഉപാധികളുണ്ട്. പക്ഷേ സംസ്കാരത്തിന്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എവിടെയോ നഷ്ടമാകുന്നു നമുക്ക് തോന്നിപ്പോകുന്നു. മറ്റു മാധ്യമങ്ങളിൽ കുരുങ്ങിയും കുടുങ്ങിയും, മറ്റു മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് എല്ലാ മാധ്യമത്തിന്റെയും ഒരറ്റത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയുന്നു, എനിക്ക് പറയാനുള്ളത് മറ്റു മാധ്യമങ്ങൾ എങ്ങനെയാണ് വായനയുടെ മാധ്യമങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ടെലിവിഷൻ സ്ക്രീനിൽ ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം ഒന്നിച്ചിരുന്ന് ഒരു 15-20 മിനിറ്റ് പിടിച്ചു നിൽക്കാൻ സന്മാർഗ ബോധമുള്ള ഏതു മലയാളിക്ക് ഇന്ന് പറ്റും? 15-20 മിനിറ്റ് ഒന്ന് പിടിച്ചു നിന്നാൽ അത്ര കണ്ട് വഷളത്തരങ്ങൾ നിറഞ്ഞ രംഗങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് മാനുഷിക ബന്ധങ്ങൾക്കൊന്നും വിലയില്ല, തൊട്ടടുത്തിരിക്കുന്നത് മകളാണ്, ഉമ്മയാണ് എന്നൊന്നും കണക്കാക്കാതെ കണ്ടുള്ള പരസ്യങ്ങളും പരിപാടികളും വാക്കുകളും സംഭാഷണങ്ങളും നാടകങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ താളം തെറ്റുന്നത്, ആ താളം തെറ്റൽ ഒരു പുതിയ സംസ്കാരമായി മാറുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. വായന ഒരാൾ അതിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്, ഒറ്റയ്ക്ക് കേന്ദ്രീകരിക്കുകയാണ്. ടെലിവിഷൻ നമ്മളെ എല്ലാവരെയും ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുകയാണ്. ഈ വ്യത്യാസത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മൾ എന്തെങ്കിലും മാന്യതയുണ്ട് എന്ന് കരുതിപ്പോന്ന സംസ്കാരം തന്നെയാണ്. വായനയിലൂടെ വാങ്മയ ചിത്രങ്ങൾ. ഇപ്പോൾ സമദാനി സാഹിബ് സംസാരിക്കുമ്പോൾ വരുന്ന വാങ്മയ ചിത്രം, ഒരു വിഷയം അവതരിപ്പിച്ച്